വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന നമ്മളെല്ലാവരും അതാത് ആയിരുന്നിടത്ത് എവിടെയാണോ അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തിയതിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ ആ കൃപകളാൽ, ദൈവത്തിൻ്റെ കരുണകളാൽ നമ്മളെ ഓരോരുത്തരെയും ഓരോ ദിവസവും കർത്താവ് കൺമണി പോലെ കാക്കും. ഞാനിന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുക 2 തിമോത്തിയോസ് 3:1 മുതൽ ആസ്പദമാക്കി പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്ത്യകാലം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ആണെങ്കിലും ആദ്യത്തെക്കാട്ടിൽ അന്ത്യം നല്ലതായിരിക്കണം എന്ന് നമ്മൾ ഇങ്ങനെ പറയുന്ന കാര്യം പറഞ്ഞാൽ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയാം. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും ഒക്കെ ആയിത്തീരും, വാത്സല്യമില്ലാത്തവരും ഒക്കെ ആയിത്തീരും. എന്നാലും അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. വീടുകളിൽ നൂണ് കിടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത ആൾക്കാരെ പോലെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവർ എന്ന് ആവുന്നു. എന്നാൽ ഇതിനകത്ത് യന്നേസ് അംബ്രേസ് മോശയോട് എതിർത്ത് നിന്ന പോലെ, അപ്പോൾ 2 വ്യക്തികളുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. യന്നേസ് എന്നും അംബ്രോസ് എന്നും. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ഭാഗത്ത് പറയുന്നത് കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമ്മൾ സ്വയമായിട്ട് വായിച്ച് മനസ്സിലാക്കുക, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അന്ത്യകാലത്ത് പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടതകൾ എല്ലാം ഉണ്ടാകും. പിന്നെ മനുഷ്യർ പരസ്പര സ്നേഹമില്ലാത്തവരും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളവരും ഒക്കെ ആയിത്തീരും. എന്നാൽ ഇതിനകത്ത് 2 വ്യക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതാണ് നമ്മളിത് പറയാനായിട്ട് പോകുന്നത്. യന്നേസും അംബ്രോസും മോശയോട് എതിർത്ത് നിന്നു. അപ്പോൾ മോശ ഇസ്രായേൽ മക്കളെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ച ദൈവം തമ്പുരാൻ മോശ മുഖാന്തരമാണ് അവരെ വിടുവിച്ചത്. യന്നേസും അംബ്രോസും മോശയോട് എതിർത്ത് നിന്ന് പറയും, ഇവർ സത്യത്തോട് മറുത്തു നിൽക്കുന്നു, ദുർബുദ്ധികൾ വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരത്ര. അപ്പോൾ ഇവർ ഈ അന്നസംബ്രസ് എന്നൊക്കെ പറയുന്നത് അതായത് ദുർബുദ്ധിക്കാരും അനുസരണം ഇല്ലാത്തവരും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇവരുടെ ബുദ്ധി വലിയ ജ്ഞാനം ഇല്ലാത്തവരും ഒക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അന്ത്യകാലത്ത് എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാകും. പിന്നെ 2 വ്യക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടുന്ന ഓരോ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതാണ് നമ്മൾ ഇതിനകത്തൊന്നും മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. നീയോ എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത. അപ്പോൾ ഈ സഹിഷ്ണുത, വിശ്വാസം, ദീർഘക്ഷമ, നടപ്പ്, ഉദ്ദേശം ഇതൊക്കെ ആരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്? ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. സഹിഷ്ണുത അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെ കാര്യം കൂടെയാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് നേരിട്ട അനുഭവങ്ങളും നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാ ഉപദ്രവവും ഉണ്ടാകും. പക്ഷേ ആ ഉപദ്രവത്തിൽ നിന്ന് കർത്താവച്ചൻ നമ്മളെ വിട്ടുവിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ദൈവത്തെ വിളിച്ച് ജീവിക്കുന്നവർക്കും കഷ്ടതകളും പ്രയാസങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഇതിൽ നിന്ന് വിട്ടുവിക്കാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും എന്നാണ്. അതേപോലെ ഞാനോട് പഠിച്ചെന്നോർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുക. അപ്പോൾ ഈ ആരിലുള്ള വിശ്വാസത്താലാണ്? ക്രിസ്തു യേശുവെങ്കിൽ നിശ്ചയം പ്രാപിച്ചിരിക്കുന്ന നിലനിൽക്കുക. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാക്കിയ. അപ്പോൾ എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാക്കിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാക്കേണ്ടതിന് ഉപദേശത്തിനും ശാസ്ത്രത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാണ്. അപ്പം നമ്മൾ ഇവിടെ മനസ്സിലാക്കുമ്പോൾ അന്ത്യകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ 2 വ്യക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് വേണ്ടുന്ന കാര്യങ്ങൾ ഇതാണ്. ഏറ്റവും അവസാനം ഒരു ഗുണപാഠമുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് എല്ലാ തിരുവെഴുത്തും വിശ്വാസമാണ്. അസത്യമല്ല, സത്യമാണ്. ദൈവത്തിൻ്റെ മനുഷ്യന് മനുഷ്യരാരാ? ദൈവത്തിൻ്റെ മക്കളാണ്. ശാസ്ത്രീയമായി ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികൾ. അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാക്കേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകും. അപ്പോൾ ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണം?
അപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്നവർ വിശ്വാസികളാണ്. നമ്മൾക്ക് നമ്മുടെ ജ്ഞാനത്തിനനുസരിച്ച് ആണ് നമ്മൾ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും അറ്റ്ലീസ്റ്റ് നമ്മൾ ദൈവം തമ്പുരാൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം തന്നെ കർത്താവിൻ്റെ വചനം വായിക്കണം, കർത്താവിനോട് പ്രാർത്ഥിക്കണം, ആരാധിക്കണം, ദൈവസന്നിധി പോകണം, ദൈവവചനം കേൾക്കണം. ഇതൊക്കെ ഒരു വ്യക്തിയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. പിന്നെ ചിലർക്ക് പ്രസംഗിക്കാൻ കഴിവുള്ളവരായിരിക്കും, പാടാൻ കഴിവുള്ളവർ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഓരോ വ്യക്തിയും ചെയ്യേണ്ടുന്ന കാര്യം എന്നും ചെയ്യണം. ഒരു പാട്ട് നമ്മുടെ മൈൻഡിൽ വരുമ്പോൾ വല്ല ഇഷ്ടപ്പെട്ടേ നമ്മളെ പാടുകയുള്ളൂ. അതപ്പോൾ അതല്ല കാര്യം ഇവിടെ. ഇവിടുത്തെ കാര്യം നമ്മൾ ഓരോ വ്യക്തികളും ചെയ്യേണ്ടുന്ന കാര്യമാണ്. കർത്താവിൻ്റെ വചനം വായിക്കണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം, ദൈവസന്നിധി കടന്നു പോകണം, ദൈവവചനം വായിക്കണം, കേൾക്കണം, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കേട്ട് നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം, അവരൊന്ന് ആശ്വസിപ്പിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ ഒരു ദൈവ പൈതൽ ചെയ്യേണ്ടുന്ന കാര്യം. ഇപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരൊക്കെ ദൈവ മക്കളാണ്, ദൈവ പൈതലാണ്. ഒരാൾക്ക് ദൈവത്തെ വിളിക്കണം, വേറൊരാൾക്ക് ഇല്ലില്ല. നമ്മളിൽ നിന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യം. എല്ലാ കുഞ്ഞുങ്ങളും ഇത് ചെയ്താൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന് വളരെ വളരെ അനുഗ്രഹമായിരിക്കും. നിങ്ങളായിരിക്കുന്ന കർത്താവ് പരിപാലിക്കട്ടെ, ചേർത്ത് നടത്തട്ടെ. ഗോഡ് ബ്ലസ് യു.